ഹായ്, നമ്മൾ ഇമോഷണലി വീക്കാണോ? നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിയാലോ? ഞാനുണ്ടല്ലോ ഇന്നൊരു ചെറിയ കഥ പറഞ്ഞു തരാം. എന്താണെന്നറിയോ? ഒരു സന്യാസിയും ബോട്ടും നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കഥ. ഒരിക്കലുണ്ടല്ലോ ഒരു സന്യാസി ഒരു തടാകത്തിൻ്റെ നടുക്ക് പോയിട്ട് ഒറ്റയ്ക്കിരുന്ന് ധ്യാനിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം വഞ്ചിയെടുത്തു, തടാകത്തിൻ്റെ നടുക്ക് ചെന്ന് ഒറ്റയ്ക്ക് ധ്യാനിച്ചുകൊണ്ടേയിരുന്നു. എല്ലാം മറന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ശാന്തനായി ധ്യാനിച്ചു കൊണ്ടേയിരുന്നു. പെട്ടെന്നുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ വഞ്ചിയിലുണ്ടല്ലോ മറ്റൊരു വഞ്ചി വന്ന് മുട്ടിയത് അദ്ദേഹത്തിന് മനസ്സിലായി. ധ്യാനമൊക്കെ നടക്കുകയാണ്, എങ്കിൽ തന്നെയും വേറൊരു വഞ്ചി വന്ന് മുട്ടിയത് മനസ്സിലായി. ടെക് ഇടിച്ചു, വഞ്ചി ഒന്ന് കുലുങ്ങി. പക്ഷെ അദ്ദേഹം ശാന്തനായി തന്നെ ഇരുന്നു കേട്ടോ. പക്ഷെ വീണ്ടും ആ വഞ്ചി വന്ന് ഇടിച്ചു. അപ്പോഴുണ്ടല്ലോ അദ്ദേഹത്തിന് ശരിക്കും ദേഷ്യം വന്നു. കണ്ണ് തുറന്നുകൊണ്ട് ആ വഞ്ചിക്കാരൻ നേരെ ഷൗട്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ശകാരിക്കാൻ വേണ്ടി പെട്ടെന്ന് ഇങ്ങനെ കണ്ണ് തുറന്നു. അപ്പോൾ അദ്ദേഹം നോക്കിയപ്പോൾ കണ്ടെന്താണെന്നറിയാവോ? ആ വന്നിരിക്കുന്ന വഞ്ചിയിലുണ്ടല്ലോ വഞ്ചിക്കാരനില്ല. കെട്ടഴിഞ്ഞ് വന്ന ഒരു വഞ്ചിയാണ് ഈ വഞ്ചിയിൽ വന്ന് ഇടിച്ചത്. അദ്ദേഹം പെട്ടെന്നൊരു കാര്യം മനസ്സിലാക്കി. ദേഷ്യം എവിടെയാണ്? നമ്മുടെ ഉള്ളിലാണ്. ആ ഉള്ളിലുള്ള ദേഷ്യത്തെ പുറത്തു നിന്നും വന്ന ഒരു വഞ്ചി വന്ന് കുത്തിയപ്പോൾ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് വന്ന് കുത്തിയപ്പോൾ ആ ദേഷ്യം പെട്ടെന്ന് ഉയർന്നു. അപ്പോൾ ഇതിന്ന് എന്ത് മനസ്സിലാക്കാം? പുറത്തു നിന്നുള്ള എന്തെങ്കിലും വസ്തുവോ കാരണങ്ങളോ നമ്മുടെ ഉള്ളിലുള്ള വികാരത്തെ കുത്തിയിളക്കുകയാണ്. അത്രയും ദുർബലരാണ് നമ്മളെന്നർത്ഥം. ദേഷ്യം നമ്മുടെ പുറത്തു നിന്നല്ല കേട്ടോ, നമ്മുടെ ഉള്ളിൽ നിന്നാണ് വരുന്നത്. ആ സത്യം അദ്ദേഹം മനസ്സിലാക്കി. ഒരു കാലിയായ ബോട്ടിന് വരെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ദേഷ്യത്തെ ഉണർത്താൻ പറ്റുന്നുണ്ട്. ചിലപ്പോൾ നമ്മളൊരു ഡോർ തുറക്കാൻ നോക്കുന്നുണ്ട്, അത് തുറക്കണില്ല, നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും അല്ലേ? അല്ലെങ്കിൽ ഒരു ചെറിയ ചെറിയ വസ്തുക്കൾ പോലും നമ്മളെങ്ങനെ ദേഷ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. എന്ന് വെച്ചാൽ ജീവനില്ലാത്ത വസ്തുക്കൾക്ക് പോലും നമ്മളെ ദേഷ്യപ്പെടുത്താൻ പറ്റും. എങ്കിൽ ഇതിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കണം? നമ്മൾ ഇമോഷണലി ഭയങ്കര വീക്കാണ്. അപ്പോൾ നമ്മുടെ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാത്ത അത്രയും വീക്കാണ്, ദുർബലമായ മനസ്സാണ് നമ്മുടേതെന്ന് നമുക്ക് മനസ്സിലാക്കണം. ഈ ഒരു ഇൻസിഡൻറ്റിന് ശേഷം ഉണ്ടല്ലോ ആ സന്യാസി അദ്ദേഹത്തെ ഇറിറ്റേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ദേഷ്യം പഠിപ്പിക്കുന്ന എന്ത് വന്നാലും അദ്ദേഹം ചിന്തിക്കും, അതൊരു കാലിയായ വഞ്ചിയാണ്. ദേഷ്യം എന്ന് പറയുന്നത് എൻ്റെ കയ്യിലാണ്, ഞാനാണത് നിയന്ത്രിക്കേണ്ടത്. സോ പുറത്തുനിന്ന് വരുന്നവരുടെ കയ്യിലല്ല നമ്മുടെ വികാര പ്രകടനങ്ങൾ ഇരിക്കേണ്ടത്. ദേഷ്യം മാത്രമല്ല കേട്ടോ, എന്ത് വികാരങ്ങളായാലും അത് നിശ്ചയിക്കുന്നത് നമ്മുടെ ഇമോഷണൽ പവറാണ്.